പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചില സമയങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മുഹറം മാസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ചെയ്യുന്നു. പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കി, അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കാത്ത ചില 5 കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന 5 കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ മുഹറം മാസത്തിൽ നമ്മൾ ഒഴിവാക്കുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ 10 കാര്യങ്ങളാണ് മൊത്തം പറയുന്നത്. 5 കാര്യം ഈ മുഹറം മാസത്തിലേ നമ്മൾ ചെയ്യാൻ പാടില്ല. 5 കാര്യങ്ങൾ മുഹറം മാസത്തിൽ എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ ഈ 10 കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ മുഹറം മാസത്തിലേക്ക് നമ്മൾ ഒരുപാട് ദുആ ചെയ്യുന്നവരല്ലേ ഞാനും നിങ്ങളൊക്കെ. ഈ ദുആ ചെയ്യുമ്പോൾ 5 ദുആ നമ്മൾ മറന്നു പോകരുത്. എപ്പോഴും നമ്മൾ ദുആ രക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ഏതൊക്കെയാണ് 5 ദുആ വിശദമായി പറയുന്നു. അതോടൊപ്പം തന്നെ പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ സംശയമാണ്, ഉസ്താദേ മുഹറം മാസം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാമോ? കല്യാണം, വീട് പണി, അതുപോലെ തന്നെ പുതിയ ഒരു വാഹനം എടുക്കുക, അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ, ഏത് ദിവസമാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ട്. അപ്പോൾ മുഹറം മാസം എന്ന് പറഞ്ഞാൽ നല്ല മാസമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില ദിവസങ്ങളുണ്ട്. മുഹറം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ദിവസങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. അന്ന് എന്തെങ്കിലും നല്ല കാര്യം നമ്മൾ ചെയ്തു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ കല്യാണമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു 3 കാര്യം കൂടി ഇൻഷാ അല്ലാഹ് വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ മുഹറം മാസം മുഴുവനും വലിയൊരു ബറക്കത്തിൻ്റെ മാസമായി നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ ശ്രദ്ധിക്കേണ്ട, പറയേണ്ട, അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണണം. ഇത് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകേണ്ട. അല്ലാഹു തആല നമ്മളെയൊക്കെ സലാമത്തിൻ്റെ, ഖൈറിൻ്റെ, ബറക്കത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹ, ബഹുമാന, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു തആല നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് നല്ലൊരു ജീവിതവും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കെലിമ ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതുപോലെ തന്നെ പല ആളുകളും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ചികിത്സയിൽ കഴിയുന്നു. പലരുടെയും ടെസ്റ്റുകൾ നടന്നിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടുകൾ വരാൻ കാത്തിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിരവധി ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പുതിയ ഒരു വർഷം നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. ആ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ മാസമാകുന്ന മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിലെ അതിപ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ഒരു വർഷം, ഈ ഒരു മാസം ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, ബറക്കത്തിൻ്റെ, വലിയ റാഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു വർഷവും മാസവും ഒക്കെയാക്കി അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠത, മുഹറം മാസത്തിൻ്റെ പ്രത്യേകത, മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, മുഹറം മാസത്തിൽ പറയേണ്ടത്, മുഹറം മാസത്തിൽ അറിയേണ്ടത് ഒക്കെ പല കാര്യങ്ങളും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഈ വർഷവും ചില വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചവരാണ്. നമ്മളെല്ലാവരും അതിനെപ്പറ്റി അറിവുള്ളവരുമാണ്. പക്ഷേ ഈ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ചെയ്തിരിക്കേണ്ട, മുഹറം മാസത്തിൻ്റെ 1 to 10 മാത്രമല്ല മുഹറം മാസം മുഴുവനായും നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മുഹറം മാസത്തിൽ ഒഴിവാക്കിയിരിക്കണം. എന്തായാലും 5 കാര്യങ്ങൾ ഒഴിവാക്കണം, 5 കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് വലിയ നഷ്ടത്തിലും, നമുക്കെന്താണ് ഈ മുഹറം മാസം കൊണ്ട് വലിയൊരു നേട്ടം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നും കിട്ടാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ മുഹറം മാസത്തിൽ പലരും ചോദിച്ചു, നമ്മൾ എത്ര വീഡിയോകൾ പറഞ്ഞാലും എത്ര കാര്യങ്ങൾ പറഞ്ഞാലും ചില ആളുകൾക്ക് ചില സംശയങ്ങളുണ്ടാവും. ഉസ്താദ്, എന്താണ് ഞാൻ മുഹറത്തിൽ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ മുഹറത്തിൽ ഒഴിവാക്കേണ്ടത്?
പലരും ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വ്യക്തമായി നമുക്കതിനുള്ള മറുപടി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, നമ്മളത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടും വീണ്ടും ആ വീഡിയോകൾക്ക് താഴെ തന്നെ നിരവധി ആളുകൾ കമൻറ്റിൽ ചോദിച്ചു, ഉസ്താദേ ഞങ്ങളുടെ ഈ മുഹറം മാസത്തിൽ വീട് കൂടാമോ, മുഹറം മാസത്തിൽ കല്യാണം വെക്കാമോ, അങ്ങനെ ചെയ്യാമോ, പുതിയൊരു കാർ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതെടുക്കാമോ, അതുപോലെ ഈ മുഹറം മാസം കഴിഞ്ഞ് സഫറും കഴിഞ്ഞ് റബീഉൽ അവ്വലിലാണ് മകളുടെ കല്യാണം വെച്ചിരിക്കുന്നത്, അതിനു മുമ്പ് ഈ മുഹറം മാസത്തിൽ നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ മുഹറവും സഫറും മോശപ്പെട്ട മാസമായതുകൊണ്ട് റബീഉൽ അവ്വലിലേക്ക് മാറ്റിയതാണ്, അതുകൊണ്ട് ഉസ്താദ് ദുആ രക്കണം. ഒരിക്കലും അങ്ങനെ റബീഉൽ അവ്വലിൽ കല്യാണം വെച്ചത് കൊണ്ട് കുഴപ്പമാണെന്നല്ല. റബീഉൽ അവ്വലും കുഴപ്പമില്ലാത്ത മാസമാണ്, സഫറും കുഴപ്പമില്ല, മുഹറവും കുഴപ്പമില്ല. ഇപ്പോഴും ആ പഴയ ഒരു ചിന്ത, പഴയ ആരോ എന്തൊക്കെ പറഞ്ഞ്, അതായത് മുഹറം മാസം കൊള്ളൂല, മുഹറം മാസം നല്ലതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പഴയ കാരണവന്മാർ പറയാനുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ മുഹറം മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവിയുടെ അതുപോലെ അലിയാർ തങ്ങളുടെ ആ ദമ്പതിമാരുടെ മക്കളിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെയും അവിടുത്തെ കുടുംബത്തെയും കർബല എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ ആ സ്ഥലത്ത് വെച്ച് ക്രൂരന്മാരായ ആളുകൾ കൊലപ്പെടുത്തുന്ന, ഷഹീദാക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വലിയൊരു സങ്കടം, നബിതങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ വഫാത്തായി, മഹാനവർകൾ ഷഹീദായി, അത് ഈ മാസത്തിലാണ് അല്ലേ, ഈ മാസത്തിലാണ്. അത് വല്ലാത്തൊരു ചരിത്രമുണ്ട്, കർബല ചരിത്രം. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു സമയത്ത് പറയാം, നമുക്ക് താസുവായിൻ്റെ ആഷുറായിൻ്റെ ഒക്കെ സമയത്ത് വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ കർബല അത് വല്ലാത്തൊരു കണ്ണീരണിയിക്കുന്ന വലിയൊരു ചരിത്രമാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ നിഷ്ഠൂരമായിട്ട് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ പിഞ്ചുമക്കളെ അടക്കം കൊന്നുകളഞ്ഞൊരവസ്ഥയാണ്. അതാണ് കർബല. അപ്പോൾ ആ ഒരു വലിയൊരു ദുഃഖത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായത് ഈ മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് മുഹറത്തിൽ അവരെ വലിയ സങ്കടം ഉണ്ടാവേണ്ട മാസമാണ്, സന്തോഷിക്കേണ്ട മാസം അല്ല എന്നുള്ളൊരു ചിന്ത പഴയ കാലത്ത് ആരോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റുപിടിച്ചുകൊണ്ട്, സാധാരണ അങ്ങനെയാണല്ലോ, നെഗറ്റീവുകൾ വേഗത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്നൊരു കാലമാണ്, മൊത്തത്തിൽ പരക്കും, അതെല്ലാവരും ഏറ്റെടുക്കും. നെഗറ്റീവ് എന്നാൽ പോസിറ്റീവായ കാര്യങ്ങളോ അതാരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ ആരും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ മുഹറം മാസം കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പഴയ കാലത്ത് ചിന്തയുണ്ട്, ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ പുതിയ പരിപാടികൾ തുടങ്ങാൻ പാടില്ലെന്ന്. എങ്ങനെ? പുതിയ വർഷം തുടങ്ങുമ്പോൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പാടില്ല. കാരണം എന്താ, അത് ആ വർഷം മുഴുവൻ നമുക്ക് എന്താ ആപത്ത. ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ ഏറ്റുപിടിച്ചിട്ട് ഇന്നും നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ അവരിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കും. ഒന്നും ചെയ്യാൻ പറ്റൂല, വീട് കൂടെ അത് ഈ മുഹറമത്തിൽ പറ്റൂല, അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ പ്രസംഗത്തിൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നു, സുബ്ഹി നമസ്കാരം ഖളാ ആക്കാതെ ജമാഅത്തോടുകൂടി പറ്റുമെങ്കിൽ നിസ്കരിക്കുന്നവർ ആരാണോ, അതിനുശേഷം ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഈ രണ്ട് പവിത്രമായ ദിക്റുകൾ 3 പ്രാവശ്യം വീതം ആരാണോ പറയുന്നത്, സുബ്ഹി നമസ്കാരം ജമാഅത്തോട് നിസ്കരിക്കുന്ന, ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവൻ, അതോടൊപ്പം തന്നെ ഈ 2 ദിക്റുകൾ 3 പ്രാവശ്യം വീതം പറയുന്നവൻ, അവനിക്ക് അന്നത്തെ ദിവസം നല്ല ഖൈറിൻ്റെ ദിവസമായിരിക്കും, ബറക്കത്തിൻ്റെ ദിവസമായിരിക്കും, നഹ്സിൻ്റെ ദിവസമാവൂല. ആര് പറഞ്ഞു? ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, 5-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാണ്, എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്, മൂപ്പരാണ് അത് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മുടെ നഹ്സ് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് ഇന്നത്തെ ദിവസം നഹ്സാവണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. സുബി നിസ്കരിക്കാതെ അങ്ങോട്ട് കടന്നുറങ്ങിക്കോ, എന്താ നമുക്കെന്താണ് നഹ്സാണ്, അന്നൊരു ബർക്കത്തുണ്ടാവില്ല. അന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ തന്നെ അത് നിലനിന്ന് പോവില്ല. അങ്ങനെയൊക്കെ ഉണ്ട് മഹത്തുക്കൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനിയോ നമ്മൾ ഈ സുബ്ഹി നമസ്കാരം ജമാഅത്തോടു കൂടി നിസ്കരിച്ച് ഈ പറയപ്പെട്ട ദിക്റുകൾ ഔറാദുകളൊക്കെ ചൊല്ലുന്ന ദിവസം വലിയ ഖൈറിൻ്റെ ദിവസമാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞു വന്നത്, മുഹറം മാസത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ മുഹറം മാസം എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്, അതായത് പവിത്ര മാസമാണ്, പവിത്രമായ മാസമാണ്, ഹിജ്റ കലണ്ടറിൻ്റെ പ്രഥമമായ മാസമാണ്. എന്തെങ്കിലും ഒരു കുഴപ്പമൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ മുഹറം മാസത്തിന് എന്തെങ്കിലും ഒരു ദുശ്ശകുനം ഉണ്ടായിരുന്നെങ്കിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റ കലണ്ടർ 12 മാസത്തിൽ ആദ്യത്തെ മാസമായി ഇതൊക്കെ നിശ്ചയിക്കുമായിരുന്നോ?
അല്ലേ? എത്രയോ റമളാൻ ഉണ്ട് അല്ലേ? അതുപോലെ ദുൽഹിജ്ജ മാസമുണ്ട്. അതിനെയൊക്കെ ആദ്യം കൊണ്ട് വെച്ചാൽ പോരെ? എന്താ വെച്ചില്ല? മുഹറം മാസത്തിന് പ്രത്യേകതയുണ്ടോ? അതിനൊരു ശ്രേഷ്ഠതയുണ്ട്. എത്രയോ പ്രവാചകന്മാർ അല്ലേ? എത്രയോ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ അല്ലാഹു തആല സമ്മാനിച്ച മാസം കൂടിയാണ് ഈ മുഹറം മാസം. അതുപോലെ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ അല്ലാത്ത 3 വേദഗ്രന്ഥങ്ങൾ അതൊക്കെ അല്ലാഹു തആല അതാത് പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്ത മാസവും മുഹറം മാസമാണ്. അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ് അല്ലേ? മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് അത് സ്ഥാപിക്കപ്പെട്ടത് ഒരു മുഹറം മാസം 16-ാമത്തെ ദിവസമായിരുന്നു. അതുപോലെ അല്ലാഹു തആല പരിശുദ്ധമായ കഅബയെ തകർക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളും ആനപ്പടയുമായി വന്ന അബ്രഹത്തിൻ്റെ ആനപ്പട നമ്മൾ കേട്ടിട്ടുണ്ട്. അബ്രഹത്തിൻ്റെ ആനപ്പട, ആ അബ്രഹത്തിൻ്റെ ആനപ്പടയെ കേവലം ഒരു അടക്കയുടെ വലിപ്പമുള്ള കുരുവികളെ കൊണ്ട്, അടക്കാക്കിളി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അബാബിൽ പക്ഷികളെ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറിയ ആ ഒരു സംഭവം നടന്നതും ഈ മുഹറം മാസത്തിൻ്റെ ഒരു 17-ാമത്തെ ദിവസമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മുഹറം മാസത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുഹറം മാസം എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അത് ഖൈറിൻ്റെ സലാമത്തിൻ്റെ നല്ലൊരു മാസമാണ്. എന്നാലും ചില ദിവസങ്ങൾ ചില സമയങ്ങൾ സൂക്ഷിക്കൽ നല്ലതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നബി തങ്ങൾ എന്തെങ്കിലും ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ എന്തൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകിൽ അത് തിങ്കളാഴ്ചയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ബുധനാഴ്ചയാക്കാൻ. ചൊവ്വാഴ്ച അങ്ങനെ വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്ന് വെച്ചാൽ മോശപ്പെട്ട ദിവസമാണെന്നല്ല, എന്നാൽ അതിനേക്കാൾ ഒരു ബറക്കത്ത് കൂടിയത് തിങ്കളാഴ്ചയാണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങൾ അതിനൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളത് തന്നെയാണ്. അപ്പോൾ മഹത്തുക്കളായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. എന്ത്? എല്ലാ അറബി മാസത്തിൻ്റെയും ഒടുവിലത്തെ ബുധനാഴ്ച ഒന്ന് സൂക്ഷിച്ചേക്കണേ, അത് അല്പം ബറക്കത്ത് കുറവുള്ള ദിവസമാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ എല്ലാ ദിവസങ്ങൾക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ചില ദിവസങ്ങൾ ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ്. അത് നമുക്ക് ഈ മുഹറം മാസത്തിൻ്റെ നമ്മൾ സൂക്ഷിക്കേണ്ട ചില ദിവസങ്ങൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതേതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? ഒന്നാമത്തേത് മുഹറം 2, പിന്നെ മുഹറം 5, മുഹറം 9, മുഹറം 12, മുഹറം 16, മുഹറം 21, മുഹറം 25. ഈ പറയപ്പെട്ട ദിവസങ്ങൾ, അതുപോലെ തന്നെ മുഹറം മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച ഉൾപ്പെടെയുള്ള ഈ ദിവസങ്ങൾ ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ്. ഈ ദിവസങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊന്നുമല്ല. ഇനി ചിലപ്പോൾ നമ്മൾ മക്കളുടെ കല്യാണം വെക്കുന്നത് അല്ലേ, നാളെയാണ് മോളുടെ കല്യാണമെങ്കിൽ ഇന്നല്ലല്ലോ നമ്മൾ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അത് 3 മാസം, 6 മാസം, 5 മാസമൊക്കെ മുമ്പായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മുഹറം 9 എന്ന്, അല്ലെങ്കിൽ മുഹറം 16. അപ്പോൾ ഈ മുഹറം 16 ഒരു ഞായറാഴ്ചയാണ്. അന്ന് നമുക്ക് എന്തുണ്ട്? നമ്മൾ ഓഡിറ്റോറിയം, നമ്മൾ ഹോൾ ഒഴിവുണ്ട്. അപ്പോൾ 6 മാസം മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് വന്നപ്പോൾ അന്ന് മുഹറം 16 ആണ്. നെഹ്സുള്ള ദിവസമാണ്. പറച്ചോൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ മകളുടെ കല്യാണം മാറ്റി വെക്കണോ? എന്തിന്? അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? കല്യാണം കഴിക്കുന്ന ആ ചെറുക്കനും പെണ്ണും അവർ മാത്രമല്ല കേട്ടോ, എല്ലാവരും പ്രത്യേകിച്ച് ചെറുക്കനും പെണ്ണും അവരുടെ കല്യാണമല്ലേ. അതുകൊണ്ട് വലിയൊരു ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് പോവുകയാ, വലിയൊരു ജീവിതം തുടങ്ങുകയാ. അതുകൊണ്ട് അത് സുബഹി നമസ്കാരമൊക്കെ റാഹത്തായി നിസ്കരിച്ച്, കളാക്കാതെ നിസ്കരിച്ച് ഈ പറയപ്പെടുന്ന ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഹുവ സമീഉൽ അലീം, അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഓതുക, സൂറത്തുൽ വാഖിഅ ഓതുക. ഇങ്ങനെ ദിക്റും സ്വലാത്തൊക്കെയായി കഴിഞ്ഞ് നല്ലവണ്ണം ദുആ ചെയ്താൽ ഒരു നഹ്സും അവനിക്കുണ്ടാവില്ല. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. പെട്ടെന്ന് നമുക്ക് പറയാം. നമ്മൾ ഈ മുഹറം മാസത്തിൽ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മുഹറം മാസത്തിൽ മാത്രമല്ല കേട്ടോ, ഇനിയുള്ള എല്ലാ ദിവസവും, മുഹറം മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇനിയുള്ള എല്ലാ ദിവസവും, മുഹറം 10 വരെ എന്നല്ല, എല്ലാ ദിവസവും നമ്മൾ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം. സാധാരണ ഞങ്ങൾ സംസാരിക്കാറില്ല, ആയിക്കോട്ടെ, പക്ഷേ സാധാരണ മാസങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ലേ മുഹറം മാസത്തിൽ സംസാരിച്ചാൽ? കാരണം മുഹറം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച മാസമാണ്. മുഹറം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച സുന്ദരമായ മാസമാണ്. അപ്പോൾ അതുകൊണ്ട് ആ മാസത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരിക്കലും ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള മുഹറം എന്നല്ല, ഒരു സമയത്തും പാടില്ല. പ്രത്യേകിച്ച് മുഹറം മാസത്തിൽ ശ്രദ്ധിക്കണേ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മക്കൾ സംസാരിക്കുമ്പോൾ ഉമ്മമാരും വാപ്പമാരും പറയും ബാങ്ക് വിളിക്കാൻ മിണ്ടായിരിക്കും എന്ന് പറയണം. അതത് ആ ചെറിയ പ്രായത്തിൽ അവർക്ക് കേട്ടാൽ അതങ്ങനെ മനസ്സിൽ കുറിച്ച് വെക്കും. പിന്നെന്താണ്? അവരങ്ങനെ ജീവിതത്തിൽ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കും. അത് അവർ പ്രാവർത്തികമാക്കും. ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം അത് വല്ലാത്ത ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്. യതലജ്ലജുനാൻ, അതായത് നാവിങ്ങനെ കിടന്ന് പെടക്കും,
മരിക്കുന്ന സമയത്ത് നമുക്ക് കെലിമ ചൊല്ലാൻ പറ്റില്ല, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കാനും അതിനുശേഷമുള്ള ദുആ നമ്മൾ പറയാനും മറന്നു പോകരുത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ത്? ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം ഒഴിവാക്കണം. രണ്ടാമത്തേത്, വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓതാൻ അറിയാം, അല്ലേ? ഖുർആൻ ഓതാൻ അറിയാം. ചിലപ്പോൾ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജും അല്ലെങ്കിൽ സൂറത്ത് അൻകബൂത്ത് അല്ലെങ്കിൽ സൂറത്ത് ദുഹാൻ ഒക്കെ ചിലപ്പോൾ ഓതാൻ നമുക്ക് ചെറിയ പ്രയാസം ഉണ്ടാകും. പക്ഷേ സൂറത്ത് യാസിൻ നമുക്ക് ഓതാൻ അറിയാം, സൂറത്തുൽ മുൽക്ക് ഓതാൻ അറിയാം, ചെറിയ ചെറിയ സൂറത്തുകൾ ഓതാൻ അറിയാം, ആയിക്കോട്ടെ. അപ്പോൾ ഒരു മനുഷ്യനും വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാം, എന്നിട്ട് അവൻ ഒരു ദിവസം 100 ആയത്ത് പോലും ഓതുന്നില്ല എങ്കിൽ അവന് വിശുദ്ധമായ ഖുർആൻ അവനോട് പിണങ്ങുമെന്നാണ്. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ നമ്മളോട് ഈ മുഹറം മാസത്തിൽ പിണങ്ങുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണേ. മുഹറം മാസത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒരു 100 ആയത്ത്, അതായത് യാസീൻ ഓതുമ്പോൾ തന്നെ 86 ആയത്ത് ഏകദേശം 86 ആയത്ത്. പിന്നെ സൂറത്തുൽ മുൽക്ക് ഓതുമ്പോൾ 30 ആയത്തായി, അല്ലെ? പിന്നെ അറിയാവുന്ന ആയത്തുൽ കുർസി, ആമന റസൂലു, പിന്നെ ലൗ അൻസൽന, അതൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്ന ആയത്തുകളാണല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മൾ മുഹറം മാസത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, നമ്മൾ നിസ്കരിക്കുന്നവരാണ്, നമ്മൾ നോമ്പ് പിടിക്കുന്നവരാണ്, സ്വതക്ക ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ മാസത്തിൽ എന്താണ്, നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, നോമ്പ് പരമാവധി പിടിക്കാൻ ശ്രദ്ധിക്കണേ, അതുപോലെ തന്നെ സ്വതക്കയുടെ കാര്യം ശ്രദ്ധിക്കണേ. ഇതൊക്കെ നമ്മൾ അശ്രദ്ധമാക്കി കളയരുത്. നിസ്കാരമല്ലേ, ഇനിയുണ്ടല്ലോ, അങ്ങനെ ആക്കരുത്. നോമ്പല്ല, അതൊക്കെ ഇനി മുഹറം 10 പിടിച്ചാൽ പോരെ, അങ്ങനെ ആക്കരുത്. പറ്റുന്നത് പോലെ സുന്നത്തായ നോമ്പുകളൊക്കെ നമ്മൾ പിടിക്കാൻ ശ്രമിക്കുക. അതൊക്കെ ഒഴിവാക്കുന്നത്, മനഃപൂർവ്വം കഴിവുണ്ടായിട്ട് ഒഴിവാക്കുന്നത് നല്ലതല്ല. ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ നാലാമത്തേത്, പിണക്കങ്ങൾ, അല്ലേ? അള്ളാഹു എപ്പോഴും നമ്മൾ പറയുന്നതാണ്, എല്ലാ വീഡിയോയിലും നമ്മളത് ഉണർത്തുന്നതാണ്. എത്രയോ കുടുംബങ്ങളിലാണ്, എത്രയോ ആളുകളാണ് വന്ന് സങ്കടം പറയുന്നതറിയോ? ജ്യേഷ്ഠൻ അനുജനോട് മിണ്ടുന്നില്ല, അനുജൻ ജ്യേഷ്ഠനോട് മിണ്ടുന്നില്ല, മക്കൾ തമ്മിൽ പിണക്കമാണ്, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമാണ്, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ, ഏത് കുടുംബം എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ഏതെങ്കിലും ഒരു വില്ലനോ വില്ലത്തിയൊക്കെ ഉണ്ടാകും. അതായത് കുടുംബത്തോട് എല്ലാവരോടും പിണക്കമുള്ള, അല്ലെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒരാളുണ്ട്, പെണ്ണായിട്ട് ആണായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കാരണം ഈ ദുന്യാവിലൊക്കെ എത്ര നാൾ ഞാനും നിങ്ങളും താമസിക്കും, അല്ലേ? അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാനൊരു കണ്ണിലെ കരടായി ഞാൻ എൻ്റെ കുടുംബത്തിൽ മാറിയിട്ട് എനിക്കെന്ത് നേട്ടം? ഞാനും മരിച്ചു കഴിഞ്ഞാൽ കുടുംബാദികൾ എന്നെപ്പറ്റി നല്ലത് പറയുകയും എനിക്ക് വേണ്ടി യാസീൻ ഓതുകയും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആ ഒരു അവസ്ഥയല്ലേ നമ്മൾ വരുത്തി വെക്കേണ്ടത്. ഇതെല്ലാവരെയും വെറുപ്പിക്കുന്ന, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ, അതാണാവട്ടെ പെണ്ണാവട്ടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പിണക്കങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്, അത് വേഗത്തിൽ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അഞ്ചാമതായി, എന്തൊക്കെ തെറ്റുകളുണ്ട് ആ തെറ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കി വലിയ റാഹത്തിലും സന്തോഷത്തിലും ഇനിയുള്ള ജീവിതം എനിക്ക് നന്നാവണമെന്നുള്ള ആ ഒരു നല്ല ചിന്ത ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം, അതുപോലെ ദിക്ർ, സ്വലാത്തുകൾ പറയുക, ഇസ്തിഗ്ഫാർ, തൗബ പറയുക. ഇസ്തിഗ്ഫാർ നമുക്കറിയാം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാം. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ, ഇതൊരു ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ഇങ്ങനെ ഒരുപാട് ഇസ്തിഗ്ഫാറുകളുണ്ട്. ഇതൊക്കെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുമാണ്, നമുക്കറിയാവുന്നതുമാണ്. അപ്പോൾ ഇസ്തിഗ്ഫാറുകൾ പരമാവധി അധികരിപ്പിക്കുക. അത് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ദിക്റുകൾ ഈ മുഹറം മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിലും ഉള്ള ദിവസങ്ങളിലൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, അതുപോലെ തന്നെ എന്താണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്ർ തുടങ്ങിയുള്ള ആ ഒരു ദിക്ർ ഔറാദുകളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക. പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിന്റെ കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് വളരെ ഗൗരവത്തോടെ എടുക്കുക. എന്താ, സമയത്തിൽ നിന്നും പിന്തിപ്പോവാതെ പരമാവധി ആ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരങ്ങളും. അതുപോലെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് രോഗസന്ദർശനം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് രോഗികളായ ആളുകളുണ്ടാകും. അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, അത് എന്ത് രോഗമാണെങ്കിലും ചെറുതാവട്ടെ വലുതാവട്ടെ, അവരെ പോയി ഒന്ന് സന്ദർശിക്കുക, നല്ല വാക്കുകൾ പറയുക. അത് ഈ മുഹറം മാസത്തിൽ നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട പുണ്യമുള്ള ഒരു അമലാണ്. പിന്നെയോ നാലാമതായി ശ്രദ്ധിക്കാനുള്ളത് മുഹറം മാസത്തിലെ പ്രത്യേകമായ സുന്നത്തുള്ള നോമ്പുകളാണ്, അല്ലേ? മുഹറം മാസം മുഴുവനും നമുക്ക് നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ ഒന്നിടവിട്ട ദിവസങ്ങൾ നോമ്പ് പിടിക്കാം, അല്ലെങ്കിൽ മുഹറം മാസത്തിൻ്റെ തിങ്കളാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങൾ നോമ്പ് പിടിക്കാം. മുഹറം 9, 10 നമ്മൾ നോമ്പ് പിടിക്കാറുണ്ട്. 11 പിടിക്കൽ നല്ലതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുന്നത് പോലെ ചെയ്യുക. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ദുആ ചെയ്യുക. ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും മാത്രമല്ല, സന്തോഷത്തിൻ്റെ സമയത്തും നമ്മൾ ദുആ പരമാവധി അധികരിപ്പിക്കുക. ഏതൊക്കെ ദുആയാണ്? പ്രധാനപ്പെട്ട ചില ദുആകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ.
എപ്പോഴും മിക്ക വീഡിയോയിലും പറയാറുണ്ട്. ഒന്ന് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതൊരു ദുആ. രണ്ടാമത്തെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. രണ്ടാമത്തെ ദുആ. മൂന്നാമത്തേത്, ആദ്യത്തെ ദുആ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനാണ്. രണ്ടാമത്തെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖബറിലൊക്കെ വിജയം ഉണ്ടാവാനാണ്. മൂന്നാമത്തെ നമ്മുടെ ഭാര്യ, മക്കൾ, സന്താനം, ഭർത്താവ് എല്ലാവർക്കും കുടുംബത്തിന് വേണ്ടിയുള്ള റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇതാണ് മൂന്നാമത്തെ ദുആ. നാലാമത്തേത് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടത്, മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവർക്ക് വേണ്ടിയുള്ള ദുആ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. ഇത് ഒരു ദുആ. അതുപോലെ തന്നെ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള അഞ്ചാമത്തെ ദുആ. അതേതാണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അപ്പോൾ ഈ 5 ദുആ ഇത് ഇൻഷാ അല്ലാഹ് മറക്കാതെ ഈ മുഹറം മാസത്തിൻ്റെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ദുആകളിൽ നമ്മൾ പരമാവധി ഉൾപ്പെടുത്തി നമ്മൾ ദുആ രക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ, അല്ലാഹുവേ എത്രയോ ആളുകളാണ്, ഇത്ര ആളുകളാണ് നേരിട്ട് കണ്ട് ദുആ ചെയ്യാൻ പറയുന്ന എത്രയോ ഉമ്മമാർ. വാടാനപ്പള്ളി, അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഗത്തുനിന്ന്, അതുപോലെ കൊല്ലം, പത്തനംതിട്ട, ഇവിടുന്ന് എത്രയോ, കോട്ടയം, അതുപോലെ ഇടുക്കി, ആലപ്പുഴ, എല്ലാ സ്ഥലത്തു നിന്നും, ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ, കർണാടക എന്ന് വിളിക്കുന്നവർ, അവരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇങ്ങനെ എത്രയോ ആളുകൾ, പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പറയാനുണ്ട്. ഒരുപാട് പേരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം എന്തെല്ലാം എവിടെയെല്ലാം രോഗങ്ങളായി കഴിയുന്നുണ്ടോ, പ്രശ്നങ്ങളായി കഴിയുന്നുണ്ടോ, സങ്കടത്തിൽ കഴിയുന്നുണ്ടോ, അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അള്ളാഹു തആല ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മുഹറം മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല മാറ്റി ഖൈറും ബറക്കത്തും റാഹത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു തആല ശിഫാ കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനിക്കുമാറാവട്ടെ. ഈ മുഹറം മാസം, ഈ ഒരു പുതിയ വർഷം നമുക്ക് ഖൈറിൻ്റെ, സലാമത്തിൻ്റെ ഒരു വർഷമാക്കി, മാസമാക്കി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.